Q Developers ഉപ്പും മുളകും. എന്ത് മിണ്ടാൻ? രണ്ടുപേരും നമ്മളെ ഇട്ടിറങ്ങിട്ട് പോയില്ലേ? നമുക്ക് എന്തായാലും ഈ കാര്യം എല്ലാവരെയും വിളിച്ചറിയിക്കണം. അവര് വരുമ്പോ അച്ഛനും അമ്മയ്ക്ക് നല്ലത് കൊടുക്കും. എന്നാലും അച്ഛൻ എന്തിനാ ഇറങ്ങിപ്പോയെന്ന് ഞാൻ ആലോചിക്കുന്നു. അച്ഛൻ എണീക്ക്. അച്ഛാ ഉറങ്ങിക്കോട്ടെന്നാ. നാട്ടുകാർ കണ്ട നാടക്കണേ എനിക്ക് വന്നേ. എന്നാ നാട്ടുകാർക്ക് നന്നായിട്ട് അറിയാം. നാട്ടുകാരെ പോകാൻ പറ. ഉറങ്ങിച്ചോന്നില്ല ഞാൻ. കൊതു കടിച്ച് കൊന്നു കളഞ്ഞു. എന്തോ വൈരാഗ്യം നിൽക്കുമ്പോഴാണ് കൊതു കടിച്ചത്. അല്ല അച്ഛൻ ഇന്നലെ എങ്ങോട്ടാ പോന്നെന്ന് പറഞ്ഞല്ല. എന്നിട്ട് എങ്ങും പോയില്ലേ? എന്നെ ഒറ്റയ്ക്ക് ഞാൻ അവിടെ പോയി. ആര് വന്നാലും പോയാലും എനിക്കല്ലേ സ്വസ്ഥത കേട്. അച്ഛനും നല്ല സ്വസ്ഥത കേട്, ഞങ്ങൾക്ക് അസ്വസ്ഥത കേട്. ഞാൻ നാടോട്ട് പോയാലോ അമ്മയടുത്ത് പറഞ്ഞാ? ഞങ്ങളൊന്നും പറഞ്ഞില്ല. ഞങ്ങൾ ഇന്നലെ പട്ടിണി കിടന്ന് ചാവണെങ്കിൽ ചാവട്ടെ എന്നുള്ള തീരുമാനത്തിനായിരുന്നു അല്ലേ? ആ തീരുമാനം എടുത്തു ഞാൻ. പട്ടിണി കിടന്ന് ചാവട്ടെന്നാ നീ തീരുമാനം എടുത്താ? ഓടാ കളം കേച്ചു. അച്ഛാ വാച്ച, എനിക്ക് വിശന്നിട്ട് കൊടല് കരിയണ്. എനിക്കും വിശക്കനടേ. ഇന്നലെ കാറ്റടിച്ചിട്ട് പോലെ ഒരു മാങ്ങ പോലെ വീഴുന്നില്ല. മാവ് കല്ല് പോലെ നീക്കാണ് കണ്ട. അകത്ത് പോയാലും കിടന്ന് ഉറങ്ങാലോ. ചെരുപ്പ് നിങ്ങൾ വിളിച്ച് പറയാത്തന്ന് അമ്മയെടുത്ത് ഞാൻ നാട് വിട്ടെന്ന് പറയാനൊന്നും പോയില്ല. എന്ത് പറയാത്തത്? ലച്ചു എണീറ്റില്ലേ? എവിടെ? ആർക്ക് എന്ത് സംഭവിച്ചാലും അവള് സുഖമായിട്ട് ഉറങ്ങിക്കോളും. അതൊക്കെ ചേച്ചിയെ കൊണ്ട് പറ്റും. കാരണം ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ പറ്റുന്ന ഉയർന്ന മാനസിക ആരോഗ്യമുള്ള ഒരു വ്യക്തിയാണല്ലോ ചേച്ചി. അത് ശരിയാ. ഏകദേശം 80% മുകളിൽ കാണും ചേച്ചിയുടെ മാനസികമായിരിക്കും. ഒരാൾ ഉറങ്ങി കിടക്കാതെ പറഞ്ഞ വാറ്റൊന്നിനെ കുറിച്ച് പറയലടാ. കുറച്ച് കഴിഞ്ഞ് ബാക്കി പറയാം. മക്കളെ വാ. ചേച്ചി ആരാണ്? വാ. ഇന്നലെ അച്ഛൻ എവിടെയും പോയില്ല. ആ മാവിന്റെ മുട്ടി കയറി കിടന്ന് ഉറങ്ങണ്ടായിരുന്നു. അതെനിക്കറിയായിരുന്നല്ലോ. ഇവിടുന്ന് പോയ വഴി ജംഗ്ഷനിൽ പോയി എന്തെങ്കിലും കഴിച്ചു വന്ന് കയറി കിടന്ന് കാണും. കണ്ണിച്ചോരെല്ലാം സംസാരിക്കരുത് കേട്ടാ. ഞാൻ ഒരു വാ കഴിച്ചിട്ടില്ല. സത്യം പറയാച്ചാ. ഓടിയോട് ഞാൻ തേടിക്കേ. തലേ തൊട്ട് സത്യം ചെയ്യാച്ചാ. ചെയ്യാച്ചാ. സത്യമായിട്ട് 2 പന്നി ഒരു കട്ടൻ ചായ കുടിച്ചോളെ. കള്ള അച്ഛാ. എടാ ഈ 2 പന്നി ഈ വയറിൽ എന്താവാനടേ? നിങ്ങൾ ഞാൻ പോയ ഒരു അമ്മയടുത്ത് പറഞ്ഞ? ഞങ്ങളൊന്നും പറഞ്ഞില്ല. ഞാൻ വിളിച്ചോണ്ടായിരുന്നു. നിങ്ങൾ ഉറങ്ങിയതിന് ശേഷം. അവളെന്ത് പറഞ്ഞു? ഒന്നും പറയൂല. അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇല്ലാന്നുള്ളവരെ അവർക്കറിയാം. അവർക്ക് വന്നൂടെ? ഇപ്പം മനസ്സിലാക്കിയോ നിങ്ങളുടെ അമ്മയുടെ സ്വഭാവം? അങ്ങനെയൊന്നും അല്ല അച്ഛാ. അമ്മയ്ക്ക് അച്ഛനെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അച്ഛൻ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞപ്പോൾ തന്നെ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു പേടിക്കൊന്നും വേണ്ട, അച്ഛൻ എങ്ങും പോവില്ല, കുറച്ച് കഴിയുമ്പോൾ വന്ന് കയറി കിടന്നോളും. എന്താ അവൾക്ക് എല്ലാം അറിയാം. അറിഞ്ഞു വെച്ചിട്ടാണ് അവൾ ഈ കളി കളിക്കണേ. അവൾ ആരാ മോനടെ? അച്ഛാ വിശക്കുന്നു. എനിക്ക് വിശക്കണേ. അച്ഛൻ അറിഞ്ഞാ ഞാൻ ഇന്നലെ രാത്രി പച്ചപ്പട്ടി കള്ള നീ ആരത്ര കള്ളം പറഞ്ഞത്? അച്ഛാ ഞാൻ പച്ചക്കറി മാത്രമേ കഴിച്ചുള്ളൂ, വേറൊന്നും കഴിച്ചില്ല. അരി പച്ചക്ക് തിന്നാൻ പറ്റൂ? ഇല്ലല്ലോ, പണ്ടത്തിരിയാണ് ഇപ്പഴത്തെ. വാരി തിന്നാത്ത പുത്തം പിടിക്കിട്ട് അരിയും വാരി തിന്നു. വിശക്കണം അച്ഛാ. ചായ വരെ ഇട്ട് കൂടറ. എനിക്ക് ഒരു ഗ്ലാസ് ചായ വേണ്ടാക്കും. അച്ഛാ അച്ഛാ ചായ. മധുരം കൂടി പോയാ? എന്ത് കൂടിപ്പോയെന്നോ കുറഞ്ഞെന്നോ പറയാൻ പറ്റാത്ത ഒരവസ്ഥ. അപ്പൊ എല്ലാം കറക്റ്റ് തന്നെയാണല്ലേ? പിന്നെ പാചക റാണിയില്ലേ? യോ തോലച്ചി പാസി. ഹലോ എന്താടാ? എടാ അവള് വന്നില്ലെങ്കിലും വന്നാലും നിനക്ക് എന്തടാ? എന്താ വണ്ടി പിടിച്ച് അന്വേഷിക്കാൻ പോന്നാ? നീ പോടാ വണ്ടി പിടിച്ചോടെങ്കിലും. പോ നീ. ഇവിടെ എന്ത് നടന്നാലും അവനാണ് അവിടെ ഇരിക്കാൻ പറഞ്ഞില്ലാത്തത്. എന്റെ അച്ഛൻ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. അമ്മയ്ക്ക് എന്തോ അസ്വസ്ഥത പടന്നു കയറിയേക്കാ. കുറച്ച് റിലാക്സ് ആയി കഴിയുമ്പോൾ ഇങ്ങോട്ട് വന്നോളും. എന്ത് പറഞ്ഞു നോയിക്കൊണ്ടിരുന്നാ മതിയാ? പടവലത്തെ അമ്മൂമ്മ വിളിച്ചാൽ നമ്മൾ എന്തുത്തരം പറയാനാ? എന്തേലും സംഭവിക്കുന്നതിലല്ല കാര്യം.
എന്തെങ്കിലും സംഭവിച്ചാലേ നാട്ടുകാർ നമ്മുടെ അടുത്താ ചോദിക്കുക, നമ്മൾ വേണം ഉത്തരം പറയാൻ അല്ലേ? ഞങ്ങൾ ഉത്തരം പറഞ്ഞോളാം. നീ പോ. അടുത്ത എനിക്ക് അവൻ തന്നെ, ഞാൻ എടുക്കൂല. എടുക്കച്ചാ. അയ്യോ അച്ഛൻ അച്ഛൻ എടുക്കച്ചാ, എടുക്ക്. പോടാ, എന്തോ പ്രശ്നമുണ്ട്, അതാണ് വിളിക്കുന്നത്. ഇപ്പൊ എടുത്താൽ ശരിയാവില്ല. അവിടെ അടിക്കിട്ട്. അച്ഛാ, ഇതിപ്പോ അമ്മ അവിടെ ചെന്ന് കരിഞ്ഞു പോയി എന്തെങ്കിലും പറഞ്ഞു കാണും. കരിഞ്ഞു പോയി പറയാ, ഇവിടെ എന്ത് സംഭവിച്ചടേ? ഞാൻ എന്തെങ്കിലും ചെയ്താ? എൻ്റെ അച്ഛ, ഒരു മനുഷ്യ മനസ്സിന്റെ സമയബന്ധിതമായ പ്രതികരണമല്ല പലപ്പോഴും സംഭവിക്കുന്നത്. പ്രശ്നങ്ങളുടെ ആകെ തുക മനസ്സിലങ്ങ് ഉറഞ്ഞു കിടക്കും. പിന്നെ അത് പ്രതീക്ഷിക്കാത്ത സമയം നീരുറവിൽ എന്ന പോലെ ഉരുകിയിറങ്ങും. അച്ഛന് മനസ്സിലായില്ലേ? അതാണ് അച്ഛാ മനസ്സിന്റെ മായാജാലം. നമ്മുടെ മനസ്സൊരു കുതിരയെ പോലെ പായുന്നത്, അതിനൊരു വിശ്രമവും ഇല്ല. ഇനി നിന്നാ ശരിയാവില്ല, ഞാൻ പോണേട്ടോ. ചില സമയം ചേച്ചിയുടെ വർത്തമാനം കേട്ടാ പോയി ചാവുന്നു. പിള്ളേരല്ലേ അച്ഛാ, വലിയ കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. ഞാൻ ഇന്നലെ ഇവിടുന്ന് ഇറങ്ങി പോകുന്നേ പറഞ്ഞോളൂ. ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകും. പോ. അച്ഛൻ പോകണ്ട, ഞാൻ പൊക്കോളാം. ചായ കുടിക്കട്ടോ. ഇതൊക്കെ വാക്കുകൾ കൂതിപ്പിച്ച് ചേർത്ത് അങ്ങോട്ട് പറയുന്നു. ചേച്ചി, നമ്മളും ഇനി സീരിയസ് ആണോ? ചേച്ചി എന്തടാ? നമ്മളും ഇനി സീരിയസ് ആണോന്ന്. അമ്മ അവിടെയൊക്കെ പോയിട്ട് ഒരു തെളിവ് പോലും ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാനും സീരിയസ് ആയിട്ട് തന്നെ ആലോചിക്കണേ. പക്ഷെ ഇപ്പൊ ഞാൻ ആലോചിക്കണേ എന്താണെന്നറിയോ? അമ്മ എവിടെയൊക്കെ പോകാൻ ചാൻസ് ഉണ്ടെന്നുള്ളത്. ഉറങ്ങിക്കൊണ്ട് ആലോചിക്കണേ. ഇന്ന് പോച്ചോന്ന്. അമ്മയുടെ സ്റ്റൈൽ എടുക്കണ, അമ്മയുടെ സ്റ്റൈൽ എടുക്കണ്ടല്ലോ. അതെ, ഞാൻ അമ്മയുടെ സ്വഭാവം എടുക്കണല്ലോ. ആദ്യം നിന്നെ ഇവിടുന്ന് ഓടിക്കും. ഞാൻ ഒരു കാര്യം പറയാം. എനിക്ക് ദേഷ്യം വന്നാ ഞാൻ എന്താണ് വിളിച്ച് പറയുന്നത് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. ഞാൻ അവൾ ആരാണ്? അല്ലെ അവൾ എൻ്റെ ആരാണ്? 4 പേര് അറിയേ അവളെ കഴിച്ച് താലി കെട്ടിയവരാണ് ഞാൻ. അപ്പൊ അവളെ കാര്യം എനിക്ക് അറിയണ്ടേ? അറിയണം. അവൾക്ക് എന്നെ ഒന്ന് വിളിക്കാമോ? പക്ഷേ അവൾക്ക് വിളിക്കേണ്ട സാഹചര്യം ഒത്തു ഒന്നും കാണില്ല. അതായിരിക്കും അവൾ വിളിക്കാത്തത്. അതെ, ഞാൻ അന്വേഷിക്കാനൊന്നും പോണില്ല, അന്വേഷിച്ച് കണ്ടുപിടിക്കാനൊന്നും ഞാൻ പോണില്ല. അവളെ അന്വേഷിച്ച് അവളെ നാട്ടുകാരോ ബന്ധുക്കാരോ ഈ പടി കിടന്നാണ്ടല്ല ഞാനോ പോകില്ല. എഴഞ്ഞേ പോവും. എഴി നോയിക്കോ. കഴിഞ്ഞു, സമാധാനമായി. അതാ അവള് വരൂല. ഒന്ന് വിളിച്ച് പറഞ്ഞു വിടറാ. എനിക്ക് വിഷമൊന്നുമില്ല. നിങ്ങളെ അമ്മ അറിയാത്ത ദുഃഖം ഉണ്ടല്ലോ, അത് നിങ്ങൾ അറിയിക്കില്ല. അമ്മ ഇല്ലെന്നുള്ള ദുഃഖം നിങ്ങൾ അറിയിക്കില്ല. ഞാൻ നിങ്ങളെ വളർത്തും. ഒരു മനുഷ്യൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ഞാൻ നിങ്ങളെ ചെയ്യും. കേട്ടോ? കഴിഞ്ഞിട്ടോ. നീയൊക്കെ എന്നെ ഒറ്റപ്പെടുത്തോടാ, എന്നെ പറ്റി കുറ്റം പറയടാ. അതൊക്കെ അറിഞ്ഞുകൊണ്ടിട്ടാ ഞാൻ നിന്നെ വളർത്തടാ. അങ്ങനെ നീയൊക്കെ എന്നെ ഒറ്റപ്പെടുത്തിയുണ്ടല്ലോ. അല്ലാതെ ചിരിക്കും, ഇങ്ങനെ ചിരിക്കും. കാരണം ഇത് പറഞ്ഞു നെഞ്ച് കല്ലാണ്, കല്ല്. സംശയമില്ല? നിനക്ക് സംശയം ഉണ്ടടാ? ഇല്ല. ചേച്ചിക്ക് സംശയം ഉണ്ടോ? എനിക്ക് സംശയമൊന്നുമില്ല. നിനക്ക് പിന്നെ ആഗ്രഹം സംശയം? എനിക്ക് സംശയമില്ല. എന്ത് സംശയമില്ല? അച്ഛാ പറയണേ. ചിരിക്കും. ചിരിച്ചോണ്ടിരിക്കും. ചിരിക്കും, കല്ലാണ്. ചിരിച്ചോളൂ. എടാ, എനിക്ക് ചോറും മീൻകറിയും കഴിക്കാൻ കൊതിയാവണം. എനിക്കും ഇതെല്ലാം കഴിക്കാൻ കൊതിയാണടി. എന്തടി? അമ്മയാ? എവിടെ? റൂമില്. നമുക്ക് ചേച്ചി ചേച്ചി അമ്മ വന്ന്. ചേച്ചി അമ്മ വന്ന്. ചേച്ചി അമ്മ വന്ന്. എന്താണ്? അമ്മ വന്ന്. അമ്മ എവിടെ പോയതാ? അമ്മ കുടിക്കാൻ വെള്ളം വല്ലതും വേണോ? അമ്മയ്ക്ക് എന്താ പറ്റി? എന്തെങ്കിലും ഒന്ന് പറ അമ്മേ. പുറത്തു പോ. അരി അടുപ്പ് ഇട്ടിട്ടുണ്ട്, തിളച്ച് മറിയാൻ നോക്കണം. എന്താ എന്തേ? അമ്മേ എവിടെ? അയ്യേ
എന്തോന്ന് കാഴ്ചയാണ് നിൽക്കണേ? അരി അടുപ്പി കിടക്കയല്ലേ? അത് തിളച്ച് മറിയാൻ മോടി നോക്കടി. ഇത് കഞ്ഞി കുടിക്കട്ടെ, ജീവനെങ്കിലും കിടക്കട്ടെ. നനയ്ക്കാൻ തുണി വല്ല ഉണ്ടെങ്കിൽ എടുത്തിട്ട്. ഞാൻ നനയ്ക്കാം എന്ന് വിചാരിക്കരുത്, നനയ്ക്കൂടെ ഞാൻ. ആരാണ് നനയ്ക്കാൻ പറഞ്ഞേ? അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ പറയരുതെന്ന്. ഈ വീട്ടിൽ എല്ലാ ജോലിയും എനിക്ക് ചെയ്യാൻ വയ്യ. പിന്നെ കഞ്ഞിക്ക് ചമ്മന്തി അരയ്ക്കാം, 100 കൂട്ടം കറികൾ വേണമെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റൂല. പറഞ്ഞേട്ടാ കേട്ടടി. പോ വയറ് വീക്കെ കഞ്ഞി കുടിച്ചോണം. ഇനി രാത്രിയേ ഉള്ളൂ. രാത്രിയും കഞ്ഞി തന്നെയാണോ? ഇനി അങ്ങോട്ട് കഞ്ഞി തന്നെ. അച്ഛാ, അമ്മയ്ക്ക് കഞ്ഞി കൊടുക്കണ്ടേ? എന്തോ? അമ്മയ്ക്ക് അസുഖമൊന്നുമില്ലല്ലോ, ചുമ്മാ കറി കിടക്കയല്ലേ? വേണമെങ്കിൽ വരട്ടെ, കഞ്ഞി കുടിച്ചിട്ട് പോട്ട്. അയ്യാ എന്നാലും അമ്മ എവിടെ പോയതാന്ന് മാത്രം കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ. എവിടെയോ പോട്ട്, എങ്ങോ പോട്ട്, എപ്പോഴോ വരട്ടെ, നമുക്കറിയേണ്ട കാര്യമില്ല. ലോകം മൊത്തം ചുറ്റി സഞ്ചരിച്ചോട്ടെ. അമ്മ, അമ്മയ്ക്ക് കഞ്ഞി എടുക്കട്ടെ? അമ്മ അമ്മ എവിടെ പോയതാ? അച്ഛാ, അമ്മ എന്തോന്നും മിണ്ടാത്ത? അതെ, എവിടെ പോയെന്ന് കള്ളം പറയുന്ന സ്ക്രിപ്റ്റാണ് ആലോചിക്കണമെങ്കിൽ ഇവിടെ ആർക്കും ഒന്നും കേൾക്കണ്ട. നമ്മളൊരു വഴക്കിനൊന്നും തയ്യാറല്ല. നമുക്ക് വഴക്ക് വേണ്ട, വക്കണം വേണ്ട, നമുക്ക് മനസ്വസ്ഥത മതി ഇവിടെ. ലച്ചു, എനിക്കാരുടെയും കഥാപ്രസംഗം കേൾക്കാൻ താല്പര്യമില്ല. എനിക്ക് വേണ്ടത് മനസ്സമാധാനമാണ്. അതിവിടെ കിട്ടിയില്ലെങ്കിൽ അതെവിടെയാണോ കിട്ടുന്നത് ഞാൻ അങ്ങോട്ട് പോകും. അല്ല അമ്മ, അമ്മയ്ക്ക് ഇതിനു മുമ്പ് മനസ്സമാധാനം കിട്ടാൻ വേണ്ടി അമ്മ എങ്ങോട്ടാണ് പോയത്? എടാ കേശു, നീ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് അമ്മയുടെ മനസ്സ് കലുഷിതപ്പെടുത്തല്ലേ. ഓ, കലുഷിതമാകുന്ന മനസ്സവളെ. അച്ഛാ, അമ്മ പോയ പോക്കണ്ട, എന്തൊരു ദിവ്യത്വം അല്ലേ? അവളെ ദിവ്യത്വമൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കാം. പറയേണ്ട കാര്യങ്ങൾ പറയും പോലെ പറയേണ്ട സമയത്ത് പറഞ്ഞില്ലെങ്കിൽ എല്ലാം ഞാൻ ചോദിച്ച് മനസ്സിലാക്കും. ഓ, അപ്പൊ ഇത് തുടങ്ങിയിട്ടേ ഉള്ളല്ലേ, അവസാനിച്ചിട്ടില്ല. കഥകൾ ഇനിയും കിടക്കയില്ലടാ, നീ കണ്ടോ? ആ അച്ഛാ, അല്ല നിങ്ങളോട് അടി കൂടിക്കുകയൊക്കെ ചെയ്തോ? പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കയറുന്ന ഞങ്ങൾക്ക് അടി കിട്ടൂ. ഒരു ലാത്തി ചാർജ് ആകുമ്പോൾ കണ്ടോണ്ടിരിക്കണ മാർഗം കിട്ടും. എടാ കേശു, അപ്പേ സമരത്തിൽ നമ്മൾ പങ്കെടുക്കാതിരിക്കുന്നതല്ലേ ബുദ്ധി. ഞാൻ പിന്നെ എവിടെ നിന്നാലും അടി കൊള്ളും. അത് ഉറപ്പ്. ലച്ചു, നിനക്കെപ്പോഴും തല്ലിനെക്കുറിച്ചും വഴക്കിനെക്കുറിച്ചും മാത്രമേ പറയാനുള്ളൂ? വേറെ നല്ല കാര്യങ്ങളൊന്നും പറയാനില്ല? മാറിയിട്ടുണ്ട് അമ്മ, ഒരുപാട് മാറിയിട്ടുണ്ട്. ഈ സംഗതിയുടെ പൊസിഷൻ വേറെ ആംഗിളിലാ. അച്ഛാ, അമ്മയുടെ മുഖത്തും നല്ല പ്രസാദം ഇല്ലേ? പ്രസാദം കുടിച്ചോണ്ടിരിക്കുമല്ലേ? കുടിച്ചോ കുടിച്ചോ, കൊറേ അടി വാങ്ങിച്ചു കൂട്ടുള്ളതല്ലേ. അതെ, തീർച്ചയായും ഉണ്ട്. നല്ല മനസ്സമാധാനമുണ്ട്, ഉറപ്പായും. ഓ, നമസ്കാരം. അമ്മ 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 ആരെ അമ്മ വിളിച്ചേ? അമ്മയ്ക്ക് വേണ്ടപ്പെട്ട ഒരാളെ. ആരെ? അദ്ദേഹം കാരണമാണ് അമ്മയ്ക്ക് ഈ മാറ്റം ഉണ്ടായത്. എന്ത് മാറ്റം? അമ്മേനെ കണ്ട് നിനക്ക് ഒരു മാറ്റം തോന്നിയില്ലേ ശിവ? കുറച്ചേം പറയാം മാറ്റമൊക്കെ. അമ്മയ്ക്ക് എന്താ അമ്മ, ശ്വാസം മുട്ടലുണ്ടോ? എൻ്റെ പൊന്നു കൊച്ചമ്മ ദീർഘശ്വാസം വിടുന്നതാ. അമ്മ വിളിച്ചു പറഞ്ഞായിരുന്നു ഓഫീസിൽ ലീവ് എടുക്കുന്ന കാര്യം. ഒരാഴ്ചത്തേക്ക് ലീവാണെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഓഫീസിൽ. ഒരാഴ്ചത്തേക്ക് അമ്മ രാവിലെ പോയാൽ വൈകിട്ടേ തിരിച്ചു വരും. എന്താ അമ്മ? രാവിലെ പോയിട്ട് വൈകിട്ട് തിരിച്ചറിഞ്ഞു നോക്കി പിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് എന്തിന്? ആ വഴി പോയിക്കൂടായിരുന്നോ? അമ്മ, അച്ഛൻ ചോദിച്ചാൽ കേട്ടിരുന്നോ? നിന്റെ തള്ള വിളിച്ചിരുന്നു. നീ ഇവിടെ പോയി അന്വേഷിച്ചിട്ടുണ്ട്. ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് എല്ലാ ചോദ്യത്തിനും വേഷം ഉത്തരം കൊടുത്തിട്ടുണ്ട്.
അച്ഛാ അച്ഛൻ വെള്ളം വെക്കണ്ട, നമ്മുടെ മൈൻഡ് വേറെയാ. നീ നാടകം കളിക്കല്ലേ അധികം കേട്ടാ. ഞാൻ ഒരുപാട് നാടകം കളിച്ചവനാണ് ഞാൻ. ഡേ എന്തിനാണ് നീ ശ്വാസം ഇങ്ങനെ വലിച്ചു വിടുന്നത്? നിനക്ക് ഇത്രയും നാളെ ശ്വാസം കിട്ടിയില്ലേ? അടിച്ച് കൊന്നോണ്ടോ ഇവിടെ ഒറ്റ അടി അടിച്ചാൽ ഉള്ള ശ്വാസം അവസാന ശ്വാസമായിരിക്കും. അച്ഛാ ഇവിടെ ഇപ്പൊ എന്താ പ്രശ്നം? എടാ ഇവിടെ പോയെന്ന് ചോദിച്ചിട്ട് അവള് ശ്വാസം വിട്ട് കളിക്കണടാ. ഫ്രോഡ് പരിപാടികളാണ് ഇത്. ഇവിടെ വേലത്തിൽ എനിക്ക് അറിയണോ അവിടെ? ഒരു കാര്യം ചെയ്യാം, പടവലത്ത് അറിയിക്കാം. തളേന്ന് എന്തെങ്കിലും വരട്ടെ. അവർ ചോദിക്കുമ്പോൾ ഉത്തരം പറയും. അതുവരെ അവൾ വലിച്ചോണ്ടിരിക്കട്ടെ ഇവിടെ. അവസാനം ചോദിക്കാൻ വന്നാൽ അമ്മൂമ്മയെ അച്ഛനും കൊണ്ട് ഇവിടെ ഗുസ്തി പിടിക്കും. അച്ഛാ 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 ജോലിക്ക് പോ, ചെല്ല്. ഇവിടെ ശ്വാസം വേണ്ടി നിർത്താൻ പറ, എങ്കിൽ ഞാൻ പോവാം. പറയടാ. അമ്മ 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 ഇങ്ങനെ ശ്വാസം വലിച്ചു വിടരുതേന്ന് വിളിച്ച അച്ഛന് ദേഷ്യം വരും. അച്ഛാ. നീ നിർത്തിക്കോ, നിന്റെ ഈ അടവൊക്കെ നിർത്തിക്കോ. നീ ആവശ്യത്തിനുള്ളിൽ നീ ശ്വാസം വലിക്കാൻ സമ്മതിക്കൂലേ? ആ ഇടി പന്നെ എത്ര പ്രാവശ്യം ഒറ്റ സമാധാനിക്കണം.